മഴ തകർത്തു പെയ്യുന്ന ഒരു വൈകുന്നേരം. നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായി രാഘവമേനോന്റെ ഏക മകൻ അശ്വന്ത് കാർ ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട കാർ പാലത്തിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു. ആളുകൾ ചുറ്റും കൂടി. എല്ലാവരും മൊബൈലിൽ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ ആരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോഴാണ് പഴകിയ ഒരു സാരിയുടുത്ത ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ അവിടെ എത്തിയത്. "ആരെങ്കിലും സഹായിക്കണേ, ഒരു ജീവൻ രക്ഷിക്കണേ," അവൾ വിളിച്ചു പറഞ്ഞു. ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് ഒന്നും ആലോചിക്കാതെ അവൾ ആ പ്രളയജലത്തിലേക്ക് എടുത്തു ചാടി. കാറിന്റെ ഗ്ലാസ് കല്ലുകൊണ്ട് തകർത്തു. രക്തത്തിൽ മുങ്ങിക്കിടന്ന അശ്വന്തിനെ പുറത്തെടുത്തു. ആംബുലൻസ് എത്തുന്നതുവരെ സ്വന്തം മടിയിൽ കിടത്തി ശ്വാസം നിലനിർത്താൻ ശ്രമിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ പേര് പോലും ആരും ചോദിച്ചില്ല. അവൾ നിശബ്ദമായി ആശുപത്രി വിട്ടു. 5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാഘവമേനോൻ അന്ന് തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന തീരുമാനമെടുത്തു. പത്രങ്ങളിലും ടിവിയിലും വാർത്ത വന്നു. നിരവധി പേർ കള്ളവാദങ്ങളുമായി എത്തി. എന്നാൽ തെളിവൊന്നും ഉണ്ടായില്ല. അവസാനം ഒരു നേഴ്സ് പറഞ്ഞു, അന്ന് ആ സ്ത്രീയുടെ കൈക്ക് വലിയ ഒരു മുറിവുണ്ടായിരുന്നു. പക്ഷേ അവർ അതിന് ചികിത്സ പോലും ചെയ്യാതെയാണ് ഇവിടെ നിന്നും പോയത്. ആ സൂചന പിന്തുടർന്ന് അവർ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ചെറിയ കുടിലിൽ രോഗബാധിതയായി കഴിയുകയായിരുന്നു ആ സ്ത്രീ. പേര് സാവിത്രി. രാഘവമേനോൻ മുന്നിൽ നിന്നപ്പോൾ അവർക്ക് ആളെ മനസ്സിലായില്ല. അദ്ദേഹം കണ്ണുനീരോടെ ചോദിച്ചു, "എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്?" അവർ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അന്ന് ഞാൻ രക്ഷിച്ചത് നിങ്ങളുടെ മകനെയല്ല, ഒരു അമ്മയുടെ മകനെയാണ്." ആ വാക്കുകൾ കേട്ടപ്പോൾ രാഘവമേനോൻ പൊട്ടിക്കരഞ്ഞു. അവർക്ക് വലിയ പ്രതിഫലം നൽകുവാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, "എനിക്ക് പണം വേണ്ട. എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയാമോ? ഇവിടെ ചികിത്സ കിട്ടാതെ ആരും മരിക്കരുത്." ആ വാക്കുകൾ രാഘവമേനോന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആ ഗ്രാമത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആധുനിക ആശുപത്രി പണിതു. അതിനു നൽകിയ പേര് സാവിത്രി മാതൃസ്നേഹ ഹോസ്പിറ്റൽ എന്നായിരുന്നു. ഉദ്ഘാടന ദിവസം മുഴുവൻ ഗ്രാമവും കരഞ്ഞു. വേദിയിൽ രാഘവമേനോൻ പറഞ്ഞു, "ഒരിക്കൽ മരിച്ചുപോയ എൻ്റെ മകനെ രണ്ടാമത് വീണ്ടും ജനിപ്പിച്ചത് ഈ അമ്മയാണ്." സാവിത്രി ചിരിച്ചു. "മനുഷ്യന് ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന മനസ്സാണ്."